أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي أني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസിനികളെ, സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും തത്വയിൽ അധിഷ്ഠിതമായി ക്രമീകരിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്നേഹവും പൊരുത്തവും നേടിയെടുത്ത് വിജയിക്കാൻ കഴിയുന്ന സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനോടുള്ള നിരന്തരമായ ബന്ധം ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. വിശ്വാസിയുടെ ജീവിതത്തിൽ നിരന്തരം അവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും എന്നതുപോലെ തന്നെ അവന് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളുടെ സന്ദർഭത്തിലും അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും നന്ദിപൂർവം സ്വബർ കൈക്കൊള്ളുകയും ചെയ്യുന്നവരാണ്. അഥവാ പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്തും അവന്റെ ജീവിതത്തിന്റെ ഊർജവുമാണ്. തന്റെ നാഥനിലേക്ക് ചേർത്ത് വെക്കുന്ന ഓരോ അനക്കങ്ങളും ഓരോ കർമ്മങ്ങളും അള്ളാഹുവിനോട് ഏറ്റുപറയുന്നതിന്റെയും അള്ളാഹുവിന്റെ കാരുണ്യം ചോദിക്കുന്നതിന്റെയും അള്ളാഹുവിനോട് പാപമോചനം തേടുന്നതിന്റെയും ഒക്കെ ഭാഗമായി തന്നെ നാം വിലയിരുത്തുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ നമ്മുടെ നാടുകളിലെ എല്ലാ പള്ളികളും വെള്ളിയാഴ്ചയും അതിനുശേഷവുമൊക്കെ കാലാവസ്ഥയിലെ കഠിനമായ ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. നമുക്കറിയാം, അത്തരം സന്ദർഭങ്ങളിൽ മാത്രമല്ല വിശ്വാസി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അവന്റെ എല്ലാ ആവശ്യങ്ങളും തുറന്നു വെക്കാനുള്ള ഏക ആശ്രയവും പ്രതീക്ഷയും അല്ലാഹുവിന്റെ മുമ്പിൽ തന്നെയാണ്. എന്നല്ല, അല്ലാഹുവല്ലാത്ത യാതൊരു ശക്തിയും തങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യാൻ കഴിവുള്ളവരല്ല. അങ്ങനെ പ്രാർത്ഥിക്കപ്പെടാവുന്ന ഒരു ശക്തിയെയും അത് മരിച്ചുപോയ പുണ്യാത്മാക്കളോ ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ശക്തികളോ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കാവുന്ന, അള്ളാഹുവിനെ കൂടാതെ സഹായം ചോദിക്കാവുന്ന, അള്ളാഹുവിനെ കൂടാതെ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാവുന്ന ഒന്നിനെയും അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥം അതിനെ അംഗീകരിച്ചിട്ടില്ല. അഥവാ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് അർഹൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്
ആരാധനകൾ സമർപ്പിക്കപ്പെടാൻ അർഹല്ല, മഅബൂദ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധനകൾ സമർപ്പിക്കപ്പെടാവുന്ന ഒരു ശക്തിയും നിങ്ങളുടെ മുമ്പിലില്ല. അതൊരു ചെറിയ തേട്ടം കൊണ്ടോ ഒരു ചെറിയ ദാനധർമ്മം കൊണ്ടോ ഒരു ചെറിയ അഭിപ്രായം കൊണ്ടോ ആയിരുന്നാൽ പോലും അള്ളാഹുവിനോട് പങ്കുചേർക്കുക എന്നത് ഏറ്റവും കഠിനമായ പാതകമായി തന്നെ ഇന്ന ശിർക്കല ദുൽമുൻ അലീം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ 186-ാമത്തെ സൂക്തം നമുക്ക് മുമ്പിൽ പറഞ്ഞു വെക്കുന്ന ഏറ്റവും ശക്തവും ലളിതവുമായ ഒരു വർത്തമാനമാണ്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. പ്രവാചകരെ, താങ്കളോട് എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട്. ഞാൻ അവരിൽ നിന്ന് ബഹുദൂരം അകന്നിരിക്കുന്ന, അവരുടെ പ്രാർത്ഥനകൾക്ക് കാതുകൊടുക്കാൻ കഴിയാത്ത, അവരുടെ വേദനകളെ മനസ്സിലാക്കാൻ കഴിയാത്ത, അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയാത്ത ഏതോ നിഗൂഢതകളിലോ അഗാധതകളിലോ ഇരിക്കുന്നവരല്ല. ഫൈനി തരീബ് എത്രത്തോളം എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ സൂക്തത്തെ ചേർത്ത് പറയുമ്പോൾ വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, പ്രവാചകരെ, എന്നെക്കുറിച്ച് എന്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപത്തു തന്നെയുണ്ട്. സാധാരണഗതിയിൽ പ്രവാചകരെ, താങ്കൾ അവരോട് ഇന്നതിനെ കുറിച്ച് ചോദിക്കുന്നു. യസ്അലൂനക അനിൽ അഹില്ല, ചന്ദ്രോദയത്തെ കുറിച്ച് അവർ ചോദിക്കുന്നു. യസ്അലൂനക അനിൽ സാഅ, ലോകാവസാനത്തെ കുറിച്ച് അവർ ചോദിക്കുന്നു. യസ്അലൂനക അനിൽ മഹീദ്, ആർത്തവത്തെ കുറിച്ച് അവർ ചോദിക്കുന്നു. ഇങ്ങനെ അവർ ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ് ആ ചോദ്യങ്ങൾക്ക് നീ കൊടുക്കേണ്ട മറുപടി എന്താണ് എന്ന് പറയുന്നിടത്ത് ഖുൽ എന്ന് ചേർത്തുകൊണ്ട് നീ പറയുക എന്ന ഒരു പദം അവിടെ ചേർത്ത് വെക്കാറുണ്ട്. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കുന്നിടത്ത് ഖുൽ എന്ന പദം കൊണ്ടുള്ള ഒരു അകലം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്തിയിട്ടില്ല. അത്രമാത്രം ഞാൻ അവരുമായി സമീപസ്ഥനാണ്. അതുകൊണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന, ഞാൻ അവരോട് ഏറ്റവും സമീപസ്ഥനാണ്. ഉജീബ് ദഅവത ദാഇൻ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിക്കുന്നവർ എന്നോട് ചോദിക്കട്ടെ. ഉജീബ് ദഅവത ദാഇ, ഞാൻ എന്നോട് ചോദിക്കുന്നവനോട്, എന്റെ മുമ്പിലേക്ക് പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നവരോട് ഉത്തരം ചെയ്യാൻ ഞാൻ കഴിവുള്ളവനാണ്. അവന്റെ പ്രാർത്ഥനകളെ ഞാൻ തട്ടിമാറ്റുകയില്ല. അവന്റെ ആവശ്യങ്ങളെ ഞാൻ വിലമതിക്കുക തന്നെ ചെയ്യും. ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അതുകൊണ്ട് ഫൽയസ്തജീബൂ ലീ, അവർ എനിക്ക് ഉത്തരം ചെയ്യട്ടെ, അവർ എന്നെ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അവർ നേർമാർഗം സിദ്ധിച്ചവരായി മാറിയേക്കാം. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന്റെ ശക്തമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകും. കഠിനമായ പരീക്ഷണങ്ങൾ അവൻ പലപ്പോഴും തരണം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ മാരകമായ അസുഖങ്ങൾ നമുക്കോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്കോ ബാധിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ഒരു മാനസികമായ സംഘർഷമുണ്ട്. എല്ലാ ഭാരങ്ങളും ഒന്ന് ഇറക്കി വെക്കാൻ കഴിയുന്ന ഒരു അത്താണിയെക്കുറിച്ച് ഒരു ചിന്തയുണ്ട്. ചിലപ്പോൾ ശക്തമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ, ചിലപ്പോൾ മക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ കുടുംബാദികളിൽ നിന്നോ ഇണകളിൽ നിന്നോ തന്റെ മനസ്സിനും തന്റെ ജീവിതത്തിനും പ്രയാസകരമായേക്കാവുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു ഞെരുക്കമുണ്ട്. ഒന്ന് തുറന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം. ഈ മാനസികമായ സംഘർഷങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും
വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഇതാ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളെയെല്ലാം എന്നിൽ നിന്ന് വകഞ്ഞു മാറ്റി എല്ലാത്തിനുമപ്പുറം സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും തെളിനീരിന്റെ ഉറവയിലേക്ക് പ്രവഹിപ്പിക്കാൻ കാരുണ്യത്തിന്റെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കഴിയുമെന്ന പ്രതീക്ഷയാണ് മനുഷ്യനെ നയിക്കേണ്ടത്. മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹിയോട് സുദീർഘമായി പറയേണ്ട ഒരു വലിയ പാഠമുണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികൾ ഒരിക്കൽ അദ്ദേഹത്തോട് വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഫൈനി ഖരീബ്, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്, പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യാമെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലാഹു കേൾക്കുന്നില്ല. ഞങ്ങൾ എത്രയോ വട്ടം എത്രയോ ആവർത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളിൽ പലരും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഉയർത്തിപ്പിടിച്ച കരങ്ങളുമായി നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അള്ളാഹു തള്ളിക്കളയുന്നുവോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. മഹാനവറുകളൊന്ന് പറയണം, എന്തായിരിക്കാം അതിന്റെ കാരണം? അപ്പോൾ ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതു കൊടുക്കുന്ന ആ സമൂഹത്തിന്റെ മുമ്പിൽ 10 കാര്യങ്ങൾ അവരെ എണ്ണി ബോധ്യപ്പെടുത്തി. ഞാൻ എന്തിനാണ് ഈ 10 കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ചില മനുഷ്യരുണ്ടാകും, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എന്റെ പ്രാർത്ഥനകൾ അല്ലാഹു കേൾക്കുന്നില്ലല്ലോ, എന്റെ മനസ്സിന്റെ വേദന അല്ലാഹു മാറ്റി തരുന്നില്ലല്ലോ, എന്റെ ശരീരത്തിന്റെ പ്രയാസം അല്ലാഹു ദൂരീകരിക്കുന്നില്ലല്ലോ, എന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് എനിക്ക് മറുകരയിലേക്ക് എത്താനുള്ള രക്ഷാമാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നില്ലല്ലോ എന്ന് നിരാശപ്പെടുന്നവരുണ്ടാകും, വേവലാതിപ്പെടുന്നവരുണ്ടാകും. ആ വേവലാതിപ്പെടുമ്പോഴൊന്നും എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥനകൾ അല്ലാഹു കേൾക്കാത്തത്, എന്റെ പ്രാർത്ഥനകൾ, ഞാൻ ഉച്ചരിക്കുന്ന പ്രാർത്ഥനകൾ എന്റെ 2 ചുണ്ടുകൾക്കിടയിൽ നിന്ന് എന്റെ തലപ്പൊക്കത്തിലേക്ക് ഉയരത്തിലേക്ക് എന്തുകൊണ്ടാണ് പ്രാർത്ഥനകൾ എത്തിപ്പെടാത്തത്? ആ പ്രാർത്ഥനകളെ അല്ലാഹു തിരസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ന്യായമായ കാരണക്കാരൻ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ എന്ന ഒരു ആത്മവിചാരണ സ്വയം മനുഷ്യൻ നടത്തേണ്ടതുണ്ട്. ഇവിടെ ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സമൂഹത്തോടൊരു ആത്മവിചാരണയുടെ 10 പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലാഹു തിരസ്കരിക്കാനുള്ള കാരണം, നിങ്ങളുടെ ശരീരങ്ങൾക്ക് ജീവനുണ്ട്, പക്ഷേ നിങ്ങളുടെ ആത്മാക്കൾക്ക് ജീവനില്ല. നിങ്ങളുടെ മനസ്സുകൾ ചത്തുപോയിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന് ജീവനുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കിടയിൽ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊട്ടിയൊഴുകുന്നത്. നിങ്ങളുടെ ശരീരത്തിന് ജീവനുള്ളത് കൊണ്ടാണ് പ്രാർത്ഥനകളിൽ ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ തൊണ്ടയിടറിയിട്ട് ഗദ്ഗതമൂകമായി നിങ്ങൾ അല്ലാഹുവിലേക്ക് വിലയം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയങ്ങൾ മരിച്ചുപോയിട്ടുണ്ട്, അത് നിശ്ചേതനമാണ്. അതുകൊണ്ട് അതിനെ ചേതനയുള്ളതാക്കി മാറ്റിയാൽ, ചൈതന്യമുള്ളതാക്കി മാറ്റിയാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കും. ഒന്നാമത്തെ വിലയിരുത്തൽ നടക്കേണ്ടത്, അറഫ്തുമുള്ള ഫലം യുഅദ്ദി ഹഖ്ഖഹു എന്ന വർത്തമാനത്തിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ അറിയാം, നിങ്ങൾക്ക് അല്ലാഹുവിനെ അറിയാം. നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ ഇണകളെക്കാൾ, നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ സുഹൃത്തുക്കളെക്കാൾ നിങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഏറ്റവും സങ്കീർണനായ ഒരു മനുഷ്യൻ, ഏറ്റവും സങ്കീർണനായ ഒരു സൃഷ്ടിയായി എന്നെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യനാണോ അതോ നിങ്ങളുടെ തലച്ചുമുകളിൽ ഉയർന്നു നിൽക്കുന്ന ആകാശമാണോ സങ്കീർണനായ സൃഷ്ടിയെന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്.
ഓരോന്നിനെ കുറിച്ചും പരിശോധിക്കുമ്പോൾ ഓരോന്നും സങ്കീർണമാണ്, ഓരോന്നും മറ്റൊന്നിനേക്കാൾ അതിസങ്കീർണമാണ്, ഓരോന്നും മനോഹരമാണ്, ഓരോന്നും മറ്റൊന്നിനേക്കാൾ മനോഹരമാണ്. അപ്പോൾ ഇങ്ങനെ മനോഹരമായി ഈ പ്രപഞ്ചത്തെയും മനുഷ്യരെയും ഒക്കെ സംവിധാനിച്ച കലാകാരനും സൃഷ്ടാവുമായ റബ്ബ്, ആ അള്ളാഹുവിനെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഫലം യുഅദ്ദി ഹഖഹു, ആ റബ്ബിനോട് വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങൾ നാളെയാകട്ടെ പിന്നെയാകട്ടെ അല്പം കഴിയട്ടെ എന്ന് നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. ആ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നിടത്ത് നിങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. അള്ളാഹുവിനോടുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കേണ്ടിടത്ത് നിങ്ങൾ പലപ്പോഴും വിസ്മൃതിയിലാണ്ട് പോയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾ മരിച്ചു പോകാനുള്ള ഒന്നാമത്തെ കാരണം ഇതാണ്. ധാരാളമായി പറയേണ്ട, വിശദമായി വിശദീകരിക്കേണ്ട ഒരു പദമാണ്. ഞാനതിവിടെ ചുരുക്കുകയാണ്. രണ്ടാമത്തെ നിർദ്ദേശം അദ്ദേഹം പറയുന്നു, ഖറഅതുൽ ഖുർആന വലം തഅമലൂ ബിഹി. നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നമസ്കാര വേളകളിൽ, നിങ്ങളുടെ സുബഹി നമസ്കാരത്തിന് ശേഷം, നിങ്ങളുടെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ധാരാളം ഖുർആൻ ക്ലാസുകളിൽ പങ്കെടുക്കുന്നുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥവും വ്യാഖ്യാനവും വിശദീകരണങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ വലം തഅമലൂ ബിഹി, നിങ്ങൾ മനസ്സിലാക്കിയ ആ വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നിടത്ത് പരാജയപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതമായി വിശുദ്ധ ഖുർആൻ മാറുന്നിടത്ത് നിങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങളെ ഈ വിശുദ്ധ ഖുർആൻ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനായ സൂഫി വര്യന്മാരുടെ കൂട്ടത്തിൽ പ്രഥമസ്ഥാനീയരായി എണ്ണുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ്. ആ മനുഷ്യൻ പോലും രാജകൊട്ടാരത്തിൽ നിന്ന് രാജകീയ പ്രൗഢിയോടുകൂടി ജീവിച്ച 20-ൽ പരം അംഗരക്ഷകരോടൊപ്പം മാത്രം പുറത്തിറങ്ങിയിരുന്ന ബാല്യവും കൗമാരവും യൗവനവും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. അദ്ദേഹത്തോട് ഒരിക്കലൊരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, അല്ലയോ ഇബ്രാഹിം ഇബ്നു അദ്ഹം, താങ്കൾ എങ്ങനെയാണ് സുഗാഡംബരങ്ങൾ നിറഞ്ഞ രാജകൊട്ടാരത്തിന്റെ പ്രൗഢിയിൽ നിന്ന് ഈ വിരക്തിയുടെ സൂഫി ജീവിത നിലവാരത്തിലേക്ക് താങ്കൾ എങ്ങനെയാണ് കടന്നു വന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു സംഭവം, ഞാൻ എന്റെ അംഗരക്ഷകരോടൊപ്പം വേട്ടയാടുന്നതിന് വേണ്ടി, നായാട്ടിന് വേണ്ടി പുറപ്പെട്ട സമയത്ത് ഒരു മുയലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ കുതിരയെ പായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. നിന്നെ ഞാൻ ഇതിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത് എന്ന ഒരു ചോദ്യം. തിരിഞ്ഞു നോക്കുമ്പോൾ ചുറ്റിലും ആരുമില്ല. എന്റെ കുതിര അതിവേഗത്തിൽ പായുന്നുണ്ട്. വീണ്ടും ആ മുയലിനെ വേട്ടയാടാൻ ഞാൻ പരിശ്രമിച്ചു. അപ്പോൾ എന്റെ താഴ്ഭാഗത്ത് നിന്ന് വീണ്ടും ആ ശബ്ദം കേട്ടു, ഇതിനു വേണ്ടിയാണോ നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്ന ശബ്ദം. പിന്നെയും ഞാൻ നോക്കി, ആരെയും കാണുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഈ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ തെറ്റിച്ചേക്കാവുന്ന ഇബ്ലീസ് എന്റെ പിന്നിൽ നിന്നുകൊണ്ട് വിളിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ആ ഇബ്ലീസിനെ പരാജയപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പിന്നെയും മുന്നോട്ട് പോയി. അപ്പോൾ വീണ്ടും ആ ശബ്ദം എന്റെ കുതിരയുടെ കഴുത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ കേൾക്കുന്നു, ഇതിനു വേണ്ടിയാണോ നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്ന ചോദ്യം. ആ ചോദ്യം പിന്നെയും പിന്നെയും അള്ളാഹുവിലേക്ക് അഭയം തേടിയിട്ടും പിന്നെയും ആ ചോദ്യം എന്നെ തേടി വരുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അള്ളാഹു എന്റെ മുമ്പിൽ ഒരു ചോദ്യത്തിന്റെ രൂപത്തിൽ എന്റെ മനസ്സിൽ തന്നെ തോന്നുന്നതായിരിക്കാം ഒരു പക്ഷെ ആ ചോദ്യം, ഇതിനു വേണ്ടിയാണോ നിന്നെ സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന്റെ പിന്നിൽ അല്ല എന്ന ഒരൊറ്റ ഉത്തരം കൊണ്ട് അവസാനിക്കുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്ന വിശാലമായ ഒരു അന്വേഷണത്തിലേക്കാണ് ആ ജീവിതം ചെന്നുമുട്ടുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഓരോ സൂക്തങ്ങളും നമ്മുടെ മുമ്പിലേക്ക് ചോദിക്കുന്ന ചോദ്യം ഇതേ ശൈലിയും ഇതേ ഭാവവും ഉള്ളതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇതിനു വേണ്ടിയാണോ നിന്നെ സൃഷ്ടിച്ചത്? ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയാണോ നിന്നെ സൃഷ്ടിച്ചത്? ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയാണോ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചു തന്നത്? അതല്ല, ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ നിനക്ക് ഏൽപ്പിച്ചു തന്നത്? അവിടെയാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ നിരന്തരമായി ധാരാളമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷെ ആ വിശുദ്ധ ഖുർആൻ കൊണ്ട് ജീവിക്കുന്നിടത്ത് നിങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു.
മൂന്നാമത് അദ്ദേഹം പറയുന്നു വദ്ദഅയ്തും അദാവത ശൈത്താൻ വത്തബഊഹു വവാഫഖ്തുമൂഹു. നിങ്ങൾക്കറിയാം, നിങ്ങൾ വാദിക്കുന്നുണ്ട്, നിങ്ങൾ തർക്കിക്കുന്നുണ്ട്, ഇബ്ലീസ് ഞങ്ങളുടെ ശത്രുവാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇബ്ലീസ് ശത്രുവാണ് എന്നും ഇബ്ലീസ് അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയുമെന്നും ഇബ്ലീസ് നിങ്ങളെ പരാജയപ്പെടുത്തി കളയുമെന്നും നിങ്ങൾക്കറിയാം. പക്ഷേ ജീവിതം കൊണ്ട് നിങ്ങൾ വാക്കുകൾ കൊണ്ട് ഇബ്ലീസിനെ തള്ളിപ്പറയുമ്പോഴും ജീവിതം കൊണ്ട് ഇബ്ലീസിനെ ഇബ്ലീസിനെ പിന്തുടരുകയും ഇബ്ലീസിനോട് രാജിയാവുകയും ചെയ്യുന്ന സമീപനമാണ്, ജീവിതമാണ് നിങ്ങൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാറ്റി നിർത്തേണ്ടവനെ മാറ്റി നിർത്തണം, അകറ്റേണ്ടവനെ അകറ്റണം, പരാജയപ്പെടുത്തേണ്ടവനെ പരാജയപ്പെടുത്തണം. നിങ്ങളുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നന്മകളെ ഓരോന്നിനെയും അടർത്തി മാറ്റി തിന്മകളെ വളർത്തിക്കൊണ്ടുവരുന്ന, നിങ്ങളെ നിങ്ങളല്ലാതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന പൈശാചികതകളെ ഇല്ലാതാക്കി മാറ്റിയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ജീവനുള്ളതായി മാറുമെന്ന് മൂന്നാമത്തേതായി അദ്ദേഹം സൂചിപ്പിക്കുന്നു. നാലാമത് അദ്ദേഹം പറയുന്നു വദഅഉതും ദുഖൂലൽ ജന്ന വലം തഅമലൂ ലഹാ. നിങ്ങൾ അള്ളാഹുവിനോട് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവെ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം, ഞങ്ങൾക്ക് നിന്റെ സ്വർഗം നൽകണം, ഞങ്ങൾ നിന്റെ സ്വർഗീയ ആരാമങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളുള്ള, സിദ്ദീഖീങ്ങളുള്ള, ശുഹദാക്കളുള്ള, സ്വാലിഹീങ്ങളുള്ള സ്വർഗം ഞങ്ങൾക്ക് നൽകണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. ചോദ്യത്തിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്, പ്രവർത്തനത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. പരീക്ഷയുടെ റിസൾട്ട് വന്നതുപോലെ നമുക്കറിയാം ഒരുപാട് കുട്ടികൾ പരാജിതരായിട്ടുണ്ട്. എവിടെയാണ് പരാജയപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്, പ്രാക്ടിക്കലിൽ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. അവരുടെ തിസീസ് സമർപ്പിക്കുന്നിടത്ത്, അവരുടെ പലതും സബ്മിറ്റ് ചെയ്യുന്നിടത്ത് അവർ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. അവസാനം കുട്ടികളുടെ റിസൾട്ട് കയ്യിൽ വരുമ്പോൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്ന, മുന്നോട്ടുള്ള യാത്രയിൽ ഹയർ സ്റ്റഡീസിന് എലിജിബിൾ അല്ല എന്ന് സർട്ടിഫിക്കറ്റിന്റെ അടിയിൽ എഴുതുവോളം ആ പരാജയത്തിലേക്ക് അവർ എത്തിപ്പെട്ടു. എന്നതുപോലെ നിങ്ങൾ ചോദ്യങ്ങളുടെ കാര്യത്തിൽ വിജയിച്ചു, അള്ളാഹുവിനോട് നിങ്ങൾ സ്വർഗം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ സ്വർഗത്തിലേക്ക് എത്താവുന്ന അമലുകളുടെ കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. അഞ്ചാമത് അദ്ദേഹം പറയുന്നു വതഖൂലൂന അന്നകും ഉമ്മത്തു മുഹമ്മദ് വലം തഅമലൂ ബിസുന്നതിഹി. നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ പ്രവാചകന്റെ അനുയായികളാണ്, നിങ്ങൾ മുഹമ്മദിന്റെ ഉമ്മത്താണ്, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സമുദായമാണ് എന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ആ റസൂലിന്റെ സുന്നത്തുകൾ തുടരുന്ന കാര്യത്തിൽ, ആ സുന്നത്തുകൾ എടുക്കുന്ന കാര്യത്തിൽ അതൊക്കെയും പഴഞ്ചനാണല്ലോ. 1400 വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ ഒരു മനുഷ്യന്റേതാണല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ ആ മനുഷ്യൻ മനസ്സിലാക്കുന്നത് അടിസ്ഥാനപരമായി ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം ഒരു മതത്തിന്റെ മാറ്റമല്ല, നേരെ മറിച്ച് ഞാൻ കുളിക്കുന്നത് മുതൽ തുടങ്ങി ഇസ്ലാമിന് ചില മര്യാദകൾ എന്നോട് പറയാനുണ്ട്. ഞാൻ ഇരിക്കുന്നിടത്തും, ഞാൻ നിൽക്കുന്നിടത്തും, ഞാൻ നടക്കുന്നിടത്തും, ഞാൻ ഭക്ഷണം കഴിക്കുന്നിടത്തും, ഞാൻ വസ്ത്രം ധരിക്കുന്നിടത്തും, ഞാൻ എന്റെ തലമുടി ചീകി ഒതുക്കുന്നിടത്തും, ഞാൻ എന്റെ ചെരുപ്പ് ധരിക്കുന്നിടത്തും, ഞാൻ എന്റെ സഹോദരനെ കാണുമ്പോൾ സലാം പറയുന്നിടത്തും, പുഞ്ചിരിക്കുന്നിടത്തും തുടങ്ങി ജീവിതത്തിന്റെ ഓരോ അനക്കങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന്റെ ചില പാഠങ്ങളുണ്ട്. അഥവാ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതൃകയായി കാണിച്ചു തന്ന ജീവിതത്തിന്റെ നടപടിക്രമങ്ങളാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികളാണ് എന്ന് പറയുന്നിടത്തല്ല, ജീവിക്കുന്നിടത്താണ് നിങ്ങൾ വിജയിക്കുക എന്ന് അഞ്ചാമതായി കൊണ്ട് അദ്ദേഹം പറയുന്നു. ആറാമത് അദ്ദേഹം പറയുന്നു നിങ്ങൾ നരകത്തിൽ നിന്നുള്ള മോചനം ആഗ്രഹിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, നരകത്തിലെ കത്തിയാളുന്ന വിറകിന്റെ കൂട്ടത്തിൽ, അഗ്നിയുടെ കൂട്ടത്തിൽ ഇന്ധനമായി മാറാതെ ഞങ്ങളെ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിക്കണമെന്ന് നാം പ്രാർത്ഥിക്കും. പക്ഷേ വറമൈതും അംഫുസകും ഫീഹ, നിങ്ങൾ സ്വയം ചില അമലുകൾ കൊണ്ട് നിങ്ങളുടെ നഫ്സുകളെ നരകത്തിലേക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. ആറാമത് അദ്ദേഹം പറയുന്നത് ഈ വർത്തമാനമാണ്. ഏഴാമത് അദ്ദേഹം പറയുന്നു വഖുൽതും അന്നൽ മൗത ഹഖ്ഖുൻ വലം തസ്തഇദു ലഹു. വളരെയധികം കൃത്യതയാർന്ന
നിങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന മരണം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾ പറയും. മരണം ഏത് നിമിഷവും സംഭവിക്കാമെന്ന് പറയും. മരണം ഏത് നിമിഷവും എന്റെ അടുക്കലേക്ക് എത്തിച്ചേരാമെന്ന് നിങ്ങൾ പറയും. പക്ഷേ ആ മരണത്തിന് വേണ്ടിയുള്ള എന്ത് മുന്നൊരുക്കമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്? മരണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മാലാകമാർ കടന്നു വന്നു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിൽ എന്റെ കാൽപാദത്തിലെ തള്ളവിരൽ മുതൽ നിശ്ചലമായിട്ട് ഇങ്ങനെ മേൽപോട്ട് കയറി വരുമ്പോ സംതൃപ്തിയോടുകൂടിയിട്ട് കണ്ണുകൾ ആകാശത്തേക്ക് ഉയർന്ന് തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വേർപെടുമ്പോ എന്റെ റബ്ബിനെ കാണാനുള്ള കൊതിയോട് കൂടിയിട്ട് കണ്ണുകൾ തുറന്നു വെക്കുമോ? അതല്ല വെപ്രാളത്തിന്റെ പിടച്ചിലുകളായിരിക്കുമോ നിങ്ങളുടെ കണ്ണുകൾ അവസാനിച്ചു പോവുക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം നിങ്ങൾ പറയുന്നു മരണം ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ മരണത്തിന്റെ മുമ്പിൽ എന്ത് മുന്നൊരുക്കമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. എട്ടാമത് അദ്ദേഹം പറയുന്നു നിങ്ങൾ നിങ്ങളെ കുറിച്ച് അശ്രദ്ധരായി നിങ്ങളുടെ ന്യൂനതകളും പോരായ്മകളും ഒക്കെ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടെ പോരായ്മകളെ കുറിച്ച് ഇങ്ങനെ ചികഞ്ഞന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യത്വം നിങ്ങളതിൽ വ്യാപൃതരാണ്. മറ്റുള്ളവരുടെ പോരായ്മകൾ, മറ്റുള്ളവരുടെ വീഴ്ചകൾ, അവരിൽ നിന്ന് എന്തെല്ലാം പാഴ്ചകൾ സംഭവിക്കുന്നു എന്ന് നിരന്തരം നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും. പക്ഷേ സ്വന്തത്തിന്റെ വീഴ്ചകൾ പരതുന്നിടത്ത് ആ വീഴ്ചകളിൽ നിന്ന് മുക്തമാക്കി സ്വന്തം ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധിയുടെ വരങ്ങളിലേക്ക് കൊണ്ടുവരുന്നിടത്ത് നിങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. ഒമ്പതാമത് അദ്ദേഹം പറയുന്നു നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുണ്ടല്ലോ, നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. വലം തഷ്കുറു, പക്ഷേ ആ അനുഗ്രഹങ്ങളോട് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല. നിങ്ങൾ നിരന്തരം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തിലും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഉദവിയുടെ ഔദാര്യത്തിന്റെ അള്ളാഹുവിന്റെ ഫളിലിന്റെ കണികകൾ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കെ അതിനോട് നന്ദി കാണിക്കാതെ നന്ദികേടിന്റെ സമീപനവുമായിട്ട് മനുഷ്യൻ മുന്നോട്ട് പോകും. അദ്ദേഹം ഒൻപതാമത് സൂചിപ്പിക്കുന്നത് ഈ നന്ദികേടിനെ കുറിച്ചാണ്. പത്താമത് അദ്ദേഹം പറയുന്നു നിങ്ങൾ സ്വയം നിങ്ങൾക്കിടയിൽ നിന്ന് മരണപ്പെട്ടവരെ നിങ്ങൾ കഫൻ ചെയ്യുന്നു, അവരുടെ ജനാസ കുളിപ്പിക്കുന്നു, അവരെ കഫൻ ചെയ്യുന്നു, അവരെ നിങ്ങൾ മറമാടുന്നതിന് വേണ്ടി ഖബർസ്ഥാനിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്നു, അവരെ നിങ്ങൾ ഖബറുകളിലേക്ക് ഇറക്കി വെക്കുന്നു, അവരെ നിങ്ങൾ മണ്ണിട്ട് മൂടുന്നു, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ നിർവഹിക്കുന്നു. പക്ഷേ വലം തത്തഇതു, ആ ജനാസ നൽകുന്ന ഒരു സന്ദേശമുണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ എന്നെ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എന്നെ കഫൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എന്നെ ചുമന്നു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതാ ഈ നിമിഷത്തിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ കിടക്കേണ്ടവരാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു 3 കെട്ടുള്ള പൊതിക്കകത്ത് നിങ്ങൾ നിശ്ചലരായി കിടക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരൊക്കെയോ കടന്നു വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. സുഹൃത്തെ, സഹോദര, അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് ഓരോ ജനാസയും ഓരോ മയ്യിത്തുകളും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ വാക്കിലാണ് മരണമെന്ന്, ഏറ്റവും വലിയ ഉത്ബോധകനാണ് മരണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് 10 നിർദ്ദേശങ്ങൾ എന്തിനാണ് അദ്ദേഹം ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുന്നില്ലേ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലാഹു തിരസ്കരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. എന്താണ് അതിന്റെ കാരണമെന്ന് അവർ ചോദിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആവലാതിപ്പെടേണ്ടതില്ല, വേവലാതിപ്പെടേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. നമ്മളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം ഈ പറയപ്പെട്ട വാചകങ്ങളിലൂടെ അള്ളാഹുവുമായി ഞാൻ നടത്തുന്ന ഇടപാടുകളിൽ, അള്ളാഹുവിന് ഞാൻ വകവെച്ചു കൊടുക്കുന്ന അവകാശങ്ങളിൽ എത്രമാത്രം എനിക്ക് ആത്മാർത്ഥതയോടുകൂടി അല്ലെങ്കിൽ എത്ര വീഴ്ച ഞാൻ വരുത്തിയിട്ടുണ്ട് എന്ന പുനരാലോചനക്ക് പ്രസക്തിയുണ്ട്. ഓരോ സംഗതികളെയും വിശുദ്ധ ഖുർആനിനെ കുറിച്ച്, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച്, സ്വർഗം ചോദിക്കുന്നതിനെ കുറിച്ച്, നരകത്തിൽ നിന്നുള്ള വിമുക്തി ചോദിക്കുന്നതിനെ കുറിച്ച്, ഇബ്ലീസിനെ ആട്ടിയോടിക്കുന്നതിനെ കുറിച്ച്, മരണത്തെ കുറിച്ച്, നന്മകൾ, ഓരോ അനുഗ്രഹങ്ങളും നാം ആസ്വദിച്ചുകൊണ്ടിരിക്കെ അതിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദി കാണിക്കുന്നതിനെ കുറിച്ച് പിന്നെയും പിന്നെയും നമ്മളൊന്ന് ആലോചിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് കാതുകൊടുക്കുന്ന അല്ലാഹു എന്തുകൊണ്ട് തട്ടിക്കളയുന്നു എന്ന്, അല്ലെങ്കിൽ
എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന അന്വേഷണം പ്രസക്തമായിരിക്കും. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചത് പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. അത് നേർക്കുനേരെയോ മറ്റൊരു രീതിയിലോ അല്ലെങ്കിൽ പരലോകത്തേക്ക് വേണ്ടി കരുതി വെച്ചുകൊണ്ടോ ആയിരിക്കാം. അങ്ങനെയും ഹദീസുകളിലൂടെ ചോദിച്ചത് തന്നുകൊണ്ട് പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിച്ചേക്കാം. അതല്ല, അത് മാറ്റിയിട്ട് മറ്റൊന്ന് പകരം നൽകിക്കൊണ്ട് അല്ലാഹു പ്രാർത്ഥന സ്വീകരിച്ചേക്കാം. അതുമല്ലെങ്കിൽ പരലോകത്തേക്ക് വേണ്ടി കരുതി വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയേക്കാം. എങ്ങനെയാണെങ്കിലും നമുക്ക് നിരാശ തോന്നുന്നുണ്ടെങ്കിൽ, വേദന തോന്നുന്നുണ്ടെങ്കിൽ നമ്മെക്കുറിച്ച് പുനരാലോചനകൾക്ക് മാത്രമേ ഇടമുള്ളൂ എന്നാണ് ചേർത്ത് വെക്കാൻ ആഗ്രഹിച്ചത്. അതോടൊപ്പം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു മാറ്റപ്പെടുമ്പോ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നമ്മളിൽ നിന്ന് ചോർന്നു പോകുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല നിരന്തരം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥന കൊണ്ട്, പാപമോചനം കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കണം, ഇസ്തിഗ്ഫാർ ചോദിക്കണം. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ചൂട് കൂടിയപ്പോ, പ്രയാസം അനുഭവിച്ചപ്പോ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇസ്തിഗ്ഫാർ തേടണമെന്ന് പറഞ്ഞതുപോലെ ഓരോ അനുഗ്രഹങ്ങളും ചോർന്നു പോകുമ്പോ പകരം ഇസ്തിഗ്ഫാറിനെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് എന്നുകൂടി സാന്ദർഭികമായി എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന, അല്ലാഹു അനുഗ്രഹിക്കുന്ന, അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അവന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുന്ന നല്ല സുഹൃതവാന്മാരായ സ്വാധീനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.